അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നേതൃത്വം നൽകി നമുക്ക് മാതൃകയാക്കി കാണിച്ചു തരികയാണ്. ഇമാമിങ്ങളൊക്കെ അവലംബിച്ചത്, മഹാന്മാരായ ഉലമാ ഒക്കെ അവലംബിച്ചത് അഹ്ലു ബൈത്തിനെയാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ ബഹുമാനം നൽകപ്പെടും. ആ ബഹുമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബി വഹുബ്ബു അഹ്ലി ബൈത്തി, എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നത് നാഫിഉൻ ഫീ സബഅത്തി മവാത്തിൻ, 7 സ്ഥലങ്ങളിൽ വലിയ ഉപകാരം ചെയ്യുന്നതാണ്. ആ 7 സ്ഥലങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ സ്ഥലങ്ങളാണ്. അഹ്വാലുഹുന്ന അളീമ, 7 സ്ഥലങ്ങളുടെയും ഭീകരതകൾ വലുതാണ്, നിർവചിക്കാവുന്നതിലും അപ്പുറമാണ്. ഒന്നാമതായി ഇൻദൽ വഫാത്തി, മരണസമയത്ത്, വഫാത്തിന്റെ സമയത്ത് വലിയൊരു അവലംബമായി അവരോടുള്ള മഹബ്ബത്ത് നമുക്ക് ലഭിക്കും. ആ മഹബ്ബത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേക സഹായം ലഭിക്കും. ഈമാനികമായ സംരക്ഷണം എന്ന സഹായം. ഈമാൻ പതറിപ്പോകുന്ന നേരമാണ് ഏറ്റവും അധികം പിശാച് മുഅ്മിനായ മനുഷ്യനെ ശല്യം ചെയ്യുന്ന നേരമാണ് വഫാത്തിന്റെ നേരം. പക്ഷേ ആ നേരത്ത് അവനെ ആട്ടിയോടിക്കാനും അവനെ തുരത്താനും ഉള്ള കഴിവ് നമുക്ക് നൽകപ്പെടാനുള്ള വലിയൊരു മാർഗമാണ് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്. നമ്മുടെ അടുത്തേക്കൊന്നും ശൈത്താൻ വരൂല എന്ന് നമ്മൾ നിശ്ചയിച്ചു നിൽക്കരുത്. വലിയ പണ്ഡിതന്മാരിൽ വലിയ പണ്ഡിതനായ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല. എത്ര വലിയ മഹാനാണ്! ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാൻ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തും അവരുടെ ഇൽമും അവരുടെ തഖ്വയും എത്രമാത്രം വലുതാണ്! ജീവിതത്തിൽ എത്ര തെരഞ്ഞു നോക്കിയാലും ഒരു കറാഹത്ത് പോലും കാണാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള ജീവിതം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മകൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സമീപത്തുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ഇബ്അദ് അന്നി, ഇബ്അദ് അന്നി, ദൂരത്തു പോ, ദൂരത്തു പോ, എന്റെ അടുത്ത് നിൽക്കല്ല, ദൂരത്തു പോ. അപ്പൊ മകൻ ചോദിച്ചു, ഉപ്പ ഞാനല്ലേ അടുത്തുള്ളത്, ഞാനല്ലേ നിങ്ങൾ അടുത്തുള്ളത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സന്ദർഭത്തിൽ പിശാച് വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു, എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു, എന്നെ ശല്യം ചെയ്യാൻ നോക്കുന്നു. യാ അഹ്മദു ഫുത്തനി, യാ അഹ്മദു ഫുത്തനി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടവൻ പറയുന്നു, ഈ ഘട്ടത്തിൽ എന്നെ ആട്ടിയോടിക്കാനും തുരത്താനും കഴിയുമോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ആട്ടിയോടിക്കുന്ന രൂപത്തിൽ പറഞ്ഞു, അലാ ഇബ്അദ് അന്നി, അലാ ഇബ്അദ് അന്നി. ആ ശബ്ദം കേട്ടപ്പോഴേക്ക് അവൻ ദൂരത്തേക്ക് ഓടിപ്പോയി. സഹോദരങ്ങളെ, ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വലിയ ബഹുമാനം നൽകിയിരുന്നു അഹ്ലു ബൈത്തിന്. വഫാത്തിന്റെ സമയത്ത് വലിയ ഉപകാരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഘട്ടമാണത്. ആരും നമുക്ക് തുണയില്ലാത്ത ഒരു ഘട്ടം. നാം ആരെ സ്നേഹിക്കുന്നു, ആ സ്നേഹിക്കുന്ന മഹാന്മാര് വലിയ കാവലിന് വരുന്ന ഘട്ടമാണത്. ആ ഘട്ടത്തിൽ അവരെ സഹായം ലഭിക്കും. വഇൻദൽ ഖബർ, രണ്ടാമത്തെ സ്ഥലം ഖബറിലാണ്. ഒറ്റക്ക് നാം കഴിയുന്ന സ്ഥലമാണല്ലോ ഖബർ. കൂടെ ആരും വന്ന് താമസിക്കുകയില്ലല്ലോ, ഒരു സെക്കൻഡ് പോലും ആരും കൂടെ കടക്കാൻ വരില്ലല്ലോ. ആ ഖബറിൽ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് വലിയ ഉപകാരം ചെയ്യും. നല്ലവരെ സ്നേഹിച്ച് നല്ല നിലക്ക് നടന്ന മനുഷ്യന് സന്തോഷിക്കാൻ വലിയ വകുപ്പ് ലഭിക്കും. അതേ മൂന്നാമത്തെ ഘട്ടം വഇൻദൻ നശർ, അവിടെയും ഭീകരതയുടെ ഘട്ടമാണ്. പുനരുദ്ധാരണ ദിവസം എല്ലാവരും മഹ്ശറിലേക്ക് നടന്നു നീങ്ങുന്ന ഘട്ടം. അഹ്ലു ബൈത്ത് വലിയ അവലംബമാണ്. വഇൻദൽ കിതാബ്,
നാലാമത്തെ ഘട്ടം കിതാബ് വിതരണം ചെയ്യുന്ന, അത് വായിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഘട്ടമാണ്. വലത്തെ കൈയിൽ നമ്മുടെ കിതാബ് ലഭിക്കാനുള്ള വലിയൊരു സഹായമാണ് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്. വഇൻദൽ ഹിസാബ്, വിചാരണ വേളയിൽ ആ കിതാബ് മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യുമ്പോൾ വലിയ സലാമത്തിന്റെ വടിയാണ് ഈ മഹബ്ബത്ത്. ആറാമത്തെ ഘട്ടം വഇൻദൽ മീസാൻ, ആ കിതാബുകളിലുള്ള പരിശോധനയെല്ലാം കഴിഞ്ഞ് അതെല്ലാം മീസാനിൽ കൊണ്ടുപോയി അളന്നു തൂക്കി കണക്കാക്കുന്ന ഒരു സമയം ഉണ്ട്. എല്ലാവരും പരിഭ്രമിക്കുന്ന ഒരു നേരമാണ്. ആരും ആരെയും ശ്രദ്ധിക്കാത്ത ഘട്ടങ്ങളാണിത്. അവസാനം ഏഴാമത്തെ ഘട്ടം സിറാത്തിന്റെ സന്ദർഭത്തിലാണ്. സിറാത്തിന്റെ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മെ കൈപിടിക്കാനും വലിയ സഹായത്തിനും നാം സ്നേഹിക്കുന്ന മഹാന്മാരുണ്ടാകും. സഹോദരങ്ങളെ, അവരെ പോലെയുള്ള മഹത്വത്തിലേക്ക് നാം ഉയർന്നിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, സ്വഹാബത്ത് ഇരിക്കുന്ന സദസ്സിൽ വന്നൊരു ചോദ്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, സ്വഹാബത്ത് വലിയ സന്തോഷിച്ചൊരു ദിവസമാണത്. അൽ മർഉ യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖ് ബിഹിം, ഒരു മനുഷ്യൻ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നു. ആ വിഭാഗം ആരാകാം? സ്നേഹിക്കപ്പെടാൻ അല്ലാഹു തആല കൽപ്പിച്ച വിഭാഗം, സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അല്ലാഹു തആല കൽപ്പിച്ചൊരു വിഭാഗം. അഹ്ലു ബൈത്ത് എന്ന് കൂട്ടിക്കോളൂ, ഉലമാ എന്ന് കൂട്ടിക്കോളൂ, താബിഉകൾ, സ്വഹാബിമാര് എല്ലാം കൂട്ടിക്കോളൂ. ഇവരൊക്കെ സ്നേഹിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട വിഭാഗമാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ വലമ്മാ യൽഹഖ് ബിഹിം, അവരെ പോലെ ദറജയിൽ എത്തിയിട്ടില്ല. ഇൽമിലോ അമലിലോ സ്ഥാനത്തിലോ ആ മഹാന്മാരോട് ഇദ്ദേഹം ഒരു നിലക്കും യോജിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി സ്വഹാബത്തിന് വലിയ സന്തോഷം നൽകിയ മറുപടിയാണ്. അൽ മർഉ മഅമൻ അഹബ്ബ, മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. പക്ഷേ മുഅ്മിനുകളെ, ഇത്തരത്തിൽ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരും ഉലമാഇനെ ബഹുമാനിക്കുന്നവരും സമൂഹത്തിൽ മൊത്തത്തിൽ അളവ് നോക്കുമ്പോൾ കുറവാണ്. മൊത്തത്തിൽ ആളുകൾക്ക് വലിയ ബഹുമാനവും സ്ഥാനവും എപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതൊക്കെ വേറെ കുറെ ആളുകളാണ്. പൊതുവെ നിങ്ങൾ നോക്കുക, ആളുകൾ ഒരു മോഡലായി സ്വീകരിക്കുന്നത് ലോകത്തിന്റെ വിവിധ തലത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അറിയപ്പെട്ട താരങ്ങൾ. നമ്മുടെ സമൂഹത്തിലുള്ള സഹോദരങ്ങളും സഹോദരിമാരും അവര് സ്വീകരിക്കുന്ന ഭാഷകൾ, വസ്ത്രത വിധാനങ്ങൾ, നടത്തം, ഇരുത്തം എല്ലാം അനുകരണം പോകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച സ്നേഹിച്ച ആളുകളുടെ തരത്തിലേക്കല്ല. നിങ്ങൾ കണ്ടില്ലേ, ആളുകൾ ചെറുപ്പക്കാരായ ആളുകളപ്പോ കുറെ ആൾക്കാരെ കാണാം. ഏതോ ഒരാള് മുടി വേക്കോട്ട് നീട്ടിയപ്പോ എല്ലാവരും കണ്ടിരുന്നു മുടി ഒന്നായിട്ട് വേക്കോട്ട് നീട്ടി. പിന്നാലെ നോക്കിയാൽ അതൊന്നും പെണ്ണാണ്, മുന്നിൽ വന്ന് നോക്കിയാൽ ആണാണ്. ഏതോ ഒരാള് ശരീരത്തിന്റെ ഒരു ഭാഗത്ത്, കാലിന്റെ മുട്ടിന്റെ ഭാഗത്തും തായ് ഭാഗത്തൊക്കെ കീറിയ പാന്റ് ധരിച്ചപ്പോ ബാക്കിയുള്ളവരൊക്കെ അങ്ങനത്തെ പാന്റ് ധരിച്ചു. അങ്ങനത്തെ പാന്റിനാ വലിയ വില കൊടുത്ത് വാങ്ങുന്നത്. ശരീരം കാണുന്ന പാന്റിന്, കാണാത്ത പാന്റിനല്ല. കാണാത്ത പാന്റിന് വില കുറവാ, കാണുന്ന പാന്റിന് വില ചോദിച്ചു വില കൂടുതലാ. അതല്ലേ സംഗതി. കാണുന്ന അവിടെയും ഇവിടെയൊക്കെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന പാന്റിന് വില ചോദിച്ചു നോക്കുമ്പോ അതിന് 5000, 6000, 7000. സാധാരണ നമ്മുടെ ചെറുപ്പക്കാരും ആളുകളും ധരിക്കുന്ന പാന്റിന് അത് ചുരുങ്ങിയ കാശേ ഉള്ളൂ. അതാണ് കുറെ ആളുകൾ ധരിക്കുന്നത്. ഏതോ ഒരു ലോകത്തുള്ള ഒരു പെണ്ണ് മുട്ട് വരെയുള്ള ഒരു വസ്ത്രം ധരിച്ചപ്പോ അതാ കാണുന്നു നമ്മളെ പെൺകുട്ടികളൊക്കെ പെരുന്നാളും ആഘോഷത്തിലൊക്കെ മുട്ട് വരെയുള്ള വസ്ത്രം ധരിക്കുന്നത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അപ്പൊ അനുകരണം പോകുന്ന അധികം അങ്ങോട്ടാണ്. നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അനുകരണത്തിന് വേണ്ടി തിരയുന്നത് വേറെ പലരെയുമാണ്. അവരെ കൂടെ നിന്നാൽ കാര്യമായിട്ടൊന്നും കിട്ടൂല. ദുനിയാവിലെ നേതാക്കളെ കൂടെ നിൽക്കുന്ന ആളുകൾ ആഖിറത്തിൽ പറയുന്ന പരാതി എന്താണ്? റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വ കുബറാഅനാ ഫഅളല്ലൂന സബീൽ.
രക്ഷപ്പെടാത്ത ആളുകൾ, പരാജയപ്പെടുന്ന ആൾക്കാരെ അനുകരിക്കുന്ന ആളുകൾ ആഖിറത്തിൽ പറയും, പടച്ചോനെ ഞങ്ങൾ ഈ നേതാക്കളെയും ഈ പ്രമാണിമാരെയും ലോകത്ത് വലിയവന്മാരായി പരിചയപ്പെടുത്തിയിരുന്ന ആളുകളൊക്കെ വഴിപ്പെട്ട് അനുകരിച്ച് ജീവിച്ചു. ഫഅളല്ലൂന സബീൽ, അവര് ഞങ്ങൾ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിച്ചു. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ, പടച്ചോനെ അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം, അവര് കാരണമാണ് ഞങ്ങൾ പേച്ചുപോയത്. അതേ സമയത്ത് നല്ലവരെ മഹബത്ത് വെച്ച ആളോ, അൽമർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ബഹുമാനം നൽകിയ അഹ്ലു ബൈത്തിന്റെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, ആ മഹബത്ത് ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ പരമ്പരയിൽ നമ്മുടെ കുട്ടികളിലും പേരക്കുട്ടികളിലും എല്ലാവരിലും ആ മഹബത്ത് പഠിപ്പിക്കണം, ആ ബഹുമാനം പഠിപ്പിക്കണം, മാതൃക പഠിപ്പിക്കണം. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ സയ്യിദിനെ കൊണ്ട് ബറക്കത്തെടുക്കണം. എങ്ങനെ ബറക്കത്തെടുക്കണം?